പ്രൈസ് ദ ലോർഡ്. വീണ്ടും ദൈവശബ്ദമായി ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിൽ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ട ദൈവശബ്ദം, പ്രവചന ശബ്ദം, വാക്തത്വമായി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നു. കർത്താവ് പറഞ്ഞ വാക്തത്വത്തെ ഞാൻ കൈമാറുന്നു. കർത്താവ് പറഞ്ഞ പ്രവചനത്തെ ഞാൻ കൈമാറുന്നു. നിരാശയിൽ കഴിയുന്ന, നിരാശപ്പെട്ട് എൻ്റെ ഭാവി തീർന്നോ, എൻ്റെ സ്വപ്നങ്ങളെല്ലാം അസ്തമിച്ചോ, ഒരു 4 ചുമരൻ്റെ അകത്ത് ഞാൻ ഒതുങ്ങിപ്പോയോ, ഞാൻ ഇനി പുറത്തു വരത്തില്ലേ, എനിക്കിനി പുറലോകം കാണാൻ കഴിയത്തില്ലേ, എൻ്റെ വിദ്യാഭ്യാസം ഇതുകൊണ്ട് തീർന്നോ, എൻ്റെ ജീവിതം ഇതുകൊണ്ട് അസ്തമിച്ചോ എന്ന് ചോദിച്ച് കരയുന്ന ചിലതിൻ്റെ തേങ്ങൽ, അങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ചില മക്കളുടെ പ്രാർത്ഥന കർത്താവിൻ്റെ സന്നിധിയിലെത്തി. എന്നോട് കർത്താവ് വ്യക്തമായി സംസാരിച്ച പ്രവചന ശബ്ദമായാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. നീ റൂം കൊണ്ട് ഒതുങ്ങത്തില്ല, നീ ഒരു വീട് കൊണ്ട്, നീ ഒരു കട്ടിലും കൊണ്ട് തീരത്തില്ല, നീ എന്നേക്കുമായി ഒരു കിടപ്പ് രോഗിയെ മാറത്തില്ല, നീ ഒരു ഹോസ്പിറ്റലിൽ കൊണ്ട് തീരത്തില്ല. നിന്റെ മേൽ ദൈവത്തിൻ്റെ കരമുണ്ട്. ദൈവിക വിളിയുള്ളവനാണ്, ദൈവിക വിളിയുള്ളവളാണ് നീ. നീ തകർന്നു പോകാൻ, നിന്റെ ജീവിതം അസ്തമിക്കാൻ ഈ കിടക്ക കൊണ്ട്, ഈ മുറി കൊണ്ട് നീ ഒതുങ്ങി പോകത്തില്ല. നീ പുറത്തു വരാൻ പോകുന്നു. 2 സഹോദരിമാരുടെ ഏക ആശ്രയമായ ഒരു സഹോദരൻ ലാസർ, യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 12 അധ്യായത്തിൽ നമുക്ക് കാണാൻ പറ്റും. 11 അധ്യായത്തിൽ ലാസർ ഈ ലോകത്തു നിന്ന് മാറ്റപ്പെടുന്നു. എന്നാൽ അവന്റെ സ്വപ്നങ്ങൾ എല്ലാം തീർന്നു. അവൻ കേട്ട വാഗ്ദത്തങ്ങളും അവന്റെ പ്രാർത്ഥനയും എല്ലാം വെറുതെയായിപ്പോയി. അവന്റെ സ്വപ്നം വെറുതെയായിപ്പോയി. എന്തിനിറങ്ങി തിരിച്ചു? യേശുവിന് വേണ്ടി നിന്ന കുടുംബമല്ലേ? എന്താ സംഭവിച്ചേ? ഒത്തിരി നിന്ദകളെ കുടുംബങ്ങളേറ്റു. ആ കുടുംബം ഒത്തിരി നിന്ദകളേറ്റു. പക്ഷെ അവിടെ നിന്ന് യേശുവിനെ തള്ളി പറഞ്ഞില്ല കേട്ടോ. അവർ പ്രതീക്ഷയോടെ ഇരുന്നു. അവരുടെ പ്രതീക്ഷ മുഴുവൻ അന്ത്യനാളിൽ എഴുന്നേക്കും എന്നുള്ള പ്രത്യാശയാണ്. പക്ഷെ പുനരുത്ഥാനവും ജീവനുമാണ് യേശു എന്ന് അവർ മനസ്സിലാക്കിയില്ല. യേശു പറഞ്ഞു, ഞാൻ തന്നെ പുനരുത്ഥാനം ജീവനുമാകുന്നു. പുനരുത്ഥാനവും ജീവനുമായവൻ പ്രത്യാശ സകലതും അസ്തമിച്ച കുടുംബത്തിന്റെ അടുക്കിലേക്ക് വരുന്നു. ആരെ കൊണ്ടും പുറത്തിറക്കാൻ പറ്റാത്ത ഇടത്ത് അടയ്ക്കപ്പെട്ടു പോയ ലാസർ, സകല സ്വപ്നങ്ങളും കല്ലറ കൊണ്ട് അടയ്ക്കപ്പെട്ടു പോയ ലാസർ, പുറലോകം കാണാൻ യാതൊരു സാധ്യതകളുമില്ലാത്ത, സ്വപ്നങ്ങൾ നടക്കാൻ യാതൊരു സാധ്യതകളുമില്ലാത്ത ഒരു ഭാവി ഇനിയില്ല, കംപ്ലീറ്റ് അടച്ചു കളഞ്ഞ ലാസർ. ഞാരെല്ലാം ഈ ലോകത്തിലെ ആരെല്ലാം ഏതൊക്കെ മെഡിസിൻസ്, ഏതൊക്കെ മെഡിക്കൽ നോക്കിയാലും നടക്കാത്ത, പുറത്തു വരാത്ത ഒരു ലാസർ, അവന്റെ കല്ലറക്കിലേക്ക് യേശു ചെല്ലുന്നു. ഇവൻ കല്ലറക്കിലിരിക്കേണ്ടവനല്ല, ഇവൻ കല്ലറയുടെ അകത്ത് വസിക്കേണ്ടവനല്ല, ഇവൻ പുറത്തു വരേണ്ടവനാണ്. ഇവൻ കല്ലറ കൊണ്ട് തീരേണ്ടവനല്ല, ഇവൻ കല്ലറ കൊണ്ട് തീർന്നു പോകേണ്ട വ്യക്തി അല്ല. ഇവൻ എൻ്റെ കൂടെ പന്തിയിലിരിക്കേണ്ടവനാണ്. ഇവൻ എൻ്റെ കൂടെ പന്തിയിൽ കയറേണ്ടവനാണ്. ഇവൻ പന്തിയിൽ കയറും. ആമേൻ. ലാസറിന്റെ അടുക്കൽ കല്ലറയ്ക്കൽ യേശു ചെന്നിട്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞ് ലാസറിനെ ഉയർപ്പിച്ച് പുറത്തു കൊണ്ടുവന്ന് പ്രതീക്ഷിക്കാത്ത പന്തിയിൽ കയറ്റി ഇരുത്തിയതുപോലെ, ഹല്ലേലൂയ, അവരുടെ കുടുംബക്കാരോ അവന്റെ കുടുംബമോ അവന്റെ സഹോദരികൾക്കോ വിശ്വസിക്കാൻ പറ്റാത്ത ദൈവപ്രവൃത്തിയെ യേശു ചെയ്തതുപോലെ, ഒരിക്കലും സ്വപ്നം കാണാൻ പറ്റാത്ത പന്തിയിൽ ലാസറിനെ കയറ്റി ഇരുത്തിയതുപോലെ. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാ. 11 അധ്യായം തുടങ്ങുന്നത് മാർത്തയുടെയും മറിയയുടെയും പേര് പറഞ്ഞ, പക്ഷെ 12 അധ്യായം തുടങ്ങുന്നത് ലാസറിന്റെ പേര് പറഞ്ഞ. പിന്നെ അത് അറിയപ്പെടുന്നത് ലാസറിന്റെ പേരില്ല, യേശു ഉയർപ്പിച്ച ലാസർ. ആമേൻ. ഇങ്ങനെ പല പേരുകളിലൂടെ യേശു അറിയാൻ പോകുന്നു.
ലാസറിന്റെ പേരിൽ യേശു അറിഞ്ഞതുപോലെ ആമേൻ, ആ ലാസറിന്റെ പേരിന്റെ സ്ഥാനത്ത് കിടപ്പ് രോഗികളായിരിക്കുന്ന, ജീവിതം നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന നിന്റെ പേരിന് ചേർക്കുക. അവിടെ 12 അധ്യായം 1 വാക്യം എഴുതുന്ന ഇങ്ങനെയാണ്: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ലാസർ പാർത്ത ഭവനം. നോക്കി, ലാസർ പാർത്ത ബെഥാനി. ഈ ലാസറിന്റെ പേരിടയ്ക്ക് എന്നെ കേൾക്കുന്ന നിങ്ങളുടെ പേര് ചേർക്കുക. ഞാൻ അങ്ങനെ പറയുന്നു: യേശു മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച ബിനീഷ് പാർത്ത സ്ഥലം. നിങ്ങളുടെ പേരിൽ നിങ്ങളുടെ സ്ഥലം അറിയും. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോകുന്ന അത്ഭുതം നിമിത്തം ആ ദേശം, യേശു സൗഖ്യമാക്കിയ, യേശു അത്ഭുതം നടത്തിയ വീട്, വ്യക്തി എന്ന് പറയുന്ന വിധത്തിലുള്ള ദൈവപ്രവൃത്തി നിന്നിൽ നടക്കാൻ പോകുന്ന സഹോദര, നിന്നിൽ നടക്കാൻ പോകുന്ന സഹോദരി, ലാസറിന്റെ ജീവിതത്തിൽ ചെയ്ത അത്ഭുതം പോലെ, പ്രതീക്ഷിക്കാത്ത പന്തിയിൽ ലാസറിനെ കയറ്റി ഇരുത്തിയതുപോലെ, ആ ദേശത്ത് ഒരു അത്ഭുതമായി മാറിയതുപോലെ, എന്നേക്കുമായി മൺമറഞ്ഞു പോയ, എന്നേക്കുമായി മൺമറഞ്ഞു പോകണ്ട, എന്നേക്കുമായി തീർന്നു പോയ, എന്നേക്കുമായി സ്വപ്നങ്ങൾ കല്ലറയിൽ അടിയറവ് പറഞ്ഞ ലാസറിനെ ഒരു അത്ഭുത മനുഷ്യനാക്കി, ഒരു അത്ഭുതമാക്കി, ഒരു അടയാളമാക്കി, ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തി യേശുവിനോട് കൂടെ പന്തിയിൽ ഇരുത്തിയതുപോലെ എന്നെ കേൾക്കുന്ന നിന്നെ ഇരുത്താൻ പോകുന്നു. ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളെ, നിരാശയിൽ കഴിയുന്ന, കിടപ്പ് രോഗിയായി തീർന്നിരിക്കുന്ന, 4 ചുമരിന്റെ ഉള്ളിൽ നിരാശയോടെ കഴിയുന്ന, ഹോസ്പിറ്റലിൽ നിരാശയോടെ കഴിയുന്ന, മെഡിക്കൽ കൈവിട്ട, ഹോസ്പിറ്റൽ കൈവിട്ട, നിന്നോടുള്ള പ്രവചന ശബ്ദം, നീ അതിനെ സ്വീകരിക്കുക. യേശു നിന്നെ സൗഖ്യമാക്കാൻ പോകുന്നു. ഇതെന്നോട് എൻ്റെ പ്രാർത്ഥന മുറിയിൽ കർത്താവ് പറഞ്ഞ ദൈവ ശബ്ദമാണിത്. ആമേൻ, ആമേൻ. കരയുന്ന മാതാപിതാക്കളെ, മക്കളെ ചൊല്ലി കരയുന്ന അമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, ഈ ദൂതനെ വിശ്വസിക്കാൻ തയ്യാറാകുക. യേശുവിനെ വിശ്വസിക്കാൻ തയ്യാറായിക്കൂ. യേശു നിന്റെ തലമുറയുടെ അടുക്കിലേക്ക് വരുന്നു. ഇത് ഞാൻ പ്രാർത്ഥന മുറിയിൽ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ കാണുന്ന കാഴ്ച, ആക്സിഡന്റ് പറ്റി നട്ടലിന് ക്ഷതമേറ്റ് എഴുന്നേക്കാൻ പറ്റാതെ റൂമിൽ കിടന്ന് കരയുന്ന ഒരു സഹോദരനെ കർത്താവ് തൊട്ട് സൗഖ്യമാക്കാൻ പോകും. എന്റെ പരിശുദ്ധാത്മ പറഞ്ഞെങ്ങനെയാണ്: മോനെ, പ്രതീക്ഷയറ്റുപോയ, സ്വപ്നങ്ങൾ പാതി വഴിക്ക് ഉപേക്ഷിക്കപ്പെട്ട് രോഗ കിടക്കയിൽ കഴിയുന്ന ചിലവരോട് നീ ഇത് പറയണം. ഞാൻ അവരെ സൗഖ്യമാക്കാൻ പോകും. നിങ്ങൾ എന്താ സഹോദര പറയുന്നത്? നിങ്ങൾ എന്താ സഹോദരി പറയുന്നത്? ഞാൻ സൗഖ്യമാകുന്നു. യെസ്, നീ സൗഖ്യമാകും. സഹോദരി, നീ സൗഖ്യമാകും. സഹോദര, നീ സൗഖ്യമാകും. യേശു നിന്നെ സൗഖ്യമാക്കും. എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇത് ബെഥാനിയിൽ നടന്ന അത്ഭുതമല്ലേ? ലാസറിനെ ഉയർപ്പിച്ച കാര്യമല്ലേ? അതെ, ലാസറിനെ ഉയർപ്പിച്ച കാര്യമാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു സാക്ഷ്യം കൂടെ ഞാൻ പറയുന്നു. നിങ്ങളുടെ മുമ്പിൽ ഈ കൈകൾ ചലിപ്പിച്ച് നിങ്ങളുടെ മുമ്പിൽ ഈ പ്രസംഗിക്കുന്ന ബിനീഷ് എന്ന് പറഞ്ഞ ഞാൻ 2006 ഒരു ബൈക്ക് ആക്സിഡന്റിൽ സ്പൈനൽ കോഡ് ഇളകി 2 കൈയും പാരലിസായി പോയി. കോഴഞ്ചേരി പൊയ്യാനി ഹോസ്പിറ്റലും തിരുവല്ല പുഷ്പഗിരി മെഡിക്കൽ കോളേജും കൈവിട്ട എന്നെ സൗഖ്യമാക്കിയ ഒരു യേശുവുണ്ട്. ഡോക്ടർമാർക്ക് ചെയ്യാൻ പറ്റാത്തത്, മെഡിസിന് ചെയ്യാൻ പറ്റാത്തത് ചെയ്ത ഒരു യേശു. ഞാൻ ലാസറിനെ പ്രസംഗിച്ച് വിടുകയല്ല, സ്റ്റിൽ എൻ്റെ മേൽ നടന്ന അത്ഭുതം, എൻ്റെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുതം. ഞാനും നിങ്ങളെപ്പോലെ നിരാശപ്പെട്ടു. ഞാൻ ഹോസ്പിറ്റലിൽ ഒരു ശവപ്പെട്ടിക്കകത്ത് കിടക്കുന്നത് പോലെ ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പരസഹായം കൂടാതെ, കഴിക്കാനോ സ്വന്തം കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാതെ
ഞാൻ പുഷ്പഗിരി മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ ഞാൻ കരഞ്ഞു, കർത്താവേ, എൻ്റെ സ്വപ്നമെല്ലാം തീർന്നു, പാതി വഴിക്കെല്ലാം എനിക്ക് ഉപേക്ഷിക്കപ്പെടേണ്ട വന്നോ? എന്നോട് പറഞ്ഞ വാക്തത്വം, എൻ്റെ ഭാവി ഈ ഹോസ്പിറ്റലിൽ കൊണ്ട് തീരുവാണോ? ദിവസങ്ങളിൽ ഞാൻ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ ആ ഹോസ്പിറ്റലിന്റെ റൂമിൽ ഇറങ്ങി വന്ന് എന്നോട് സംസാരിച്ച ശബ്ദമുണ്ട്, ബിനീഷേ മോനെ, ഞാൻ നിന്നെ സൗഖ്യമാക്കും, 3-ാം ദിവസം ഞാൻ നിനക്ക് സൗഖ്യം തരും. ലാസർ 4-ാം ദിവസം എഴുന്നേറ്റെങ്കിൽ എന്നെ കർത്താവ് 3-ാം ദിവസം തൊട്ട് സൗഖ്യമാക്കി. സ്പൈനൽ കോഡ് ഇളകി ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച മനുഷ്യൻ ഇങ്ങനെ വന്നിരിക്കുന്നത് യേശു ജീവിക്കുന്നതുകൊണ്ടാണ്. യേശു അത്ഭുതങ്ങളുടെ ദൈവമാണ്. അവൻ അത്ഭുത മന്ത്രിയാണ്. അവൻ നിത്യപിതാവാണ്. അവനെ പോലെ സൗഖ്യമാക്കുവാൻ, ഈ യേശു ക്രിസ്തുവിനെ പോലെ സൗഖ്യമാക്കാൻ മറ്റേ ആരും ഇല്ല. എനിക്കുറപ്പാണ് നിങ്ങൾ സൗഖ്യമാകും. ഞാൻ വേറൊരാളുടെ സൗഖ്യത്തെ വിളിച്ച് പറയല്ല. എൻ്റെ ജീവിതത്തിൽ ഹോസ്പിറ്റലിൽ ഉപേക്ഷിച്ച എന്നെ വ്യക്തിപരമായി അറിയാവുന്ന ജനത്തിന്, പാസ്റ്റേഴ്സിന് മുഴുവൻ അറിയാം. എന്നെ മെഡിക്കൽ കോളേജ് ഉപേക്ഷിച്ചതാണ്. ഞാനപ്പോൾ പറഞ്ഞ നിരാശയുടെ പദമുണ്ട് സഹോദര, സഹോദരി. എൻ്റെ കൂടെ നിന്ന് സഹോദരനെ പറഞ്ഞു, സഹോദര, എന്നെ ഏതെങ്കിലും ഒരു അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്ക്. എൻ്റെ വീട്ടുകാരോട് പറയണ്ട, എന്നിട്ട് എന്തെങ്കിലും മാസം എന്തെങ്കിലും അവർക്ക് കൊടുത്താൽ മതി. പക്ഷേ നിന്നെ വിളിച്ചിറക്കിയിട്ട് അനാഥ മന്ദിരത്തിൽ ഉപേക്ഷിക്കുന്നവനല്ല യേശു. വിളിച്ചവൻ വിശ്വസ്തൻ. എന്നെ സൗഖ്യമാക്കിയ, എൻ്റെ കൈകൾക്ക് പൂർണ്ണ ബലം തന്ന, ഹോസ്പിറ്റൽ ഉപേക്ഷിച്ച എന്നെ സൗഖ്യമാക്കി എന്നെ പുറത്തു കൊണ്ടുവന്ന് ഇന്നും ആരോഗ്യത്തോടെ നിർത്തിയിരിക്കുന്ന യേശു വലിയവൻ. ആ ഉറപ്പിലും ആ വിശ്വാസത്തിലും നിന്ന് ഞാൻ പറയുന്നു, നീ സൗഖ്യമാകും. നിന്നെ കർത്താവ് സൗഖ്യമാക്കും. എന്നോട് കർത്താവ് പറഞ്ഞ ഒരു കാര്യം, ഞാനത് ലൈവ് എൻ്റെ പ്രാർത്ഥന മുറിയിൽ ഞാൻ കാണുകയാണ്. നിരാശപ്പെട്ട് കിടക്കുന്ന ചില കുഞ്ഞുങ്ങൾ, നട്ടലിന് ക്ഷതമേറ്റ്, കാലുകൾ ഒടിഞ്ഞ്, കാലുകൾക്ക് സ്റ്റീലിട്ട് ഞുണ്ടി നടക്കുന്ന, ഒക്കിയൊക്കി നടക്കുന്ന വ്യക്തികളൊക്കെ ഞാൻ പ്രാർത്ഥന മുറിയിൽ എൻ്റെ മുമ്പിൽ ഞാൻ കാണുക. കർത്താവ് പറഞ്ഞു, ഞാൻ അവരെ സൗഖ്യമാക്കാൻ പോകുന്നു. ഞാൻ വിശ്വസിക്കുന്നു പ്രിയരെ, ഇത് കേൾക്കുന്ന, ഈ ദൈവശബ്ദം കേൾക്കുന്ന നിങ്ങൾ, ഇത് രോഗികളായിരിക്കുന്നവർക്ക് നിങ്ങൾ ഇത് അയച്ചു കൊടുക്കണം. നിങ്ങൾ ഷെയർ ചെയ്യണം. അവരോട് പറയണം, നിങ്ങളെ സൗഖ്യമാകാൻ പോകുന്നു. നിങ്ങൾ സൗഖ്യമാകാൻ പോകുന്നു. നിങ്ങളെ യേശു സൗഖ്യമാക്കും. നിങ്ങൾ ഈ മെസ്സേജ് കേൾക്കുക, നിങ്ങൾ വിശ്വസിക്കുക. ആമേൻ. നിങ്ങളെപ്പോലെ നിരാശപ്പെട്ട് ഒരു റൂമിൽ, നിരാശപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ കിടന്ന ഒരു മനുഷ്യൻ പറയുന്ന സാക്ഷ്യം കേൾക്കുക. യേശു നിങ്ങളെ സൗഖ്യമാക്കും എന്ന് നിങ്ങൾ പറയണം. നിങ്ങൾ ഷെയർ ചെയ്യണം. എൻ്റെ പ്രിയരെ, ഈ പറയുന്ന പദങ്ങൾ നിങ്ങൾ വിശ്വസിക്കാൻ തയ്യാറാകുക. പറയുന്നവർ പറയട്ടെ, കളിയാക്കുന്നവർ കളിയാക്കട്ടെ. സൗഖ്യം വേണ്ടത് നിനക്കാണ്. സൗഖ്യം വേണ്ടത് നിങ്ങളുടെ മക്കൾക്കാണ്. കരയുന്ന മാതാവേ, കരയണ്ട. യേശു നിന്റെ മകളെ സൗഖ്യമാക്കും. യേശു നിന്റെ മകനെ സൗഖ്യമാക്കും. ഒരു മുറി കൊണ്ട് തീർന്നൊന്നല്ലേ? തീരത്തില്ല. കരഞ്ഞു മടുത്തല്ലേ? കരയണ്ട. യേശു സൗഖ്യമാക്കാൻ പോവുക. യേശു എഴുന്നേൽപ്പിച്ച ബിനീഷ് എന്ന് പറയുന്നത് പോലെ, യേശു എഴുന്നേൽപ്പിച്ച യോയൽ, യേശു എഴുന്നേൽപ്പിച്ച ബെന്നി, യേശു എഴുന്നേൽപ്പിച്ച ആമേൻ 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 ഫെയ്ത്ത്, യേശു എഴുന്നേൽപ്പിച്ച ആമേൻ 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 ബിനീഷ് എന്ന് പറയുന്നത് പോലെ, ആമേൻ ഓരോരുത്തരുടെ നിങ്ങൾ ആമേൻ സൗഖ്യം വേണ്ട നിങ്ങൾ അതിൻ്റെ മേൽ നിങ്ങളുടെ പേര് ഇറക്കുക. യേശു എഴുന്നേൽപ്പിച്ച ബിനീഷ് എന്ന് ഞാൻ പറയുന്നത് പോലെ, യേശു എഴുന്നേൽപ്പിച്ച സ്റ്റെഫിൻ, യേശു എഴുന്നേൽപ്പിച്ച എസ്തേർ, യേശു സൗഖ്യമാക്കിയ, യേശു ഉയർപ്പിച്ച, യേശു സൗഖ്യമാക്കിയ വ്യക്തികളുടെ സാക്ഷ്യങ്ങൾ
ഇനി നിങ്ങൾ കേൾക്കാൻ പോകും. അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ കേൾക്കാൻ പോകും. അത്ഭുത സാക്ഷ്യം ദേശം, പട്ടണം, രാജ്യം കേൾക്കാൻ പോകുന്നു. രാജ്യങ്ങളിൽ എന്നെ കേൾക്കുന്നവർ, നിങ്ങൾ നിരാശപ്പെടരുത്. നിങ്ങൾ നിങ്ങളുടെ കിടക്ക വിട്ട് എഴുന്നേക്കാൻ പോകുന്നു. നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടാൻ പോകുന്നു. അതിൻ്റെ അപ്പുറം നിങ്ങൾ ദൈവത്തിൻ്റെ അഭിഷിക്തന്മാരും അഭിഷിക്തകളുമായി മാറാൻ പോകുന്നു. എന്നോട് പരിശുദ്ധാത്മാവ് പറഞ്ഞ പ്രവചന ശബ്ദമാണ് ഞാൻ കൈമാറുന്നത്. ആമേൻ. അതങ്ങനെ സംഭവിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ. ഇത് കിടക്കൽ കിടന്ന് കേൾക്കുന്ന സഹോദര, നീ നിരാശപ്പെടരുത്. എന്നെ സൗഖ്യമാക്കിയ ഒരു യേശു നിന്നെ സൗഖ്യമാക്കും. സ്പൈനൽ കോഡിന് ആക്സിഡന്റ് പറ്റി സ്പൈനൽ കോഡിന് ക്ഷതമേറ്റ് കിടക്കുന്ന, എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്ന രോഗികൾ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തലച്ചോറിന് ക്ഷതമേറ്റ് കിടക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ യേശുവിന്റെ നാമത്തിൽ. നടക്കാൻ പറ്റാതെ വീൽ ചെയറിലായിരിക്കുന്ന രോഗികൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. എസ്പെഷ്യലി ഞാൻ പ്രാർത്ഥിക്കുന്നത് യുവാക്കൾക്ക് വേണ്ടിയാണ്. ആമേൻ. നിങ്ങളുടെ വിദ്യാഭ്യാസം തീർന്നില്ല, നിങ്ങളുടെ ഭാവി തീർന്നില്ല. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കാൻ പോകുന്നു. നിങ്ങളൊരു അത്ഭുതമായി, നിങ്ങളൊരു അടയാളമായി മാറാൻ പോകുന്നു. വലിയ ദൈവപ്രവർത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്യാൻ പോകുന്നു. ഈ പ്രവചന ശബ്ദങ്ങളെ വിശ്വസിക്കുന്നവർ കാമയം പറയാം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഓക്കറെ നടക്കുന്നവർ സൗഖ്യമാകട്ടെ. സ്വന്തം കാര്യം ചെയ്യാൻ പറ്റാതെ കിടന്ന കിടപ്പ് കിടക്കുന്ന സഹോദരൻ സൗഖ്യമാകട്ടെ, സഹോദരി സൗഖ്യമാകട്ടെ. ഇപ്പോൾ സ്വർഗത്തിന്റെ ജീവൻ നിങ്ങളുടെ മേൽ ഇറങ്ങട്ടെ. നിങ്ങളുടെ അസ്ഥികളുടെ മേൽ സ്വർഗത്തിന്റെ ജീവൻ ഇറങ്ങട്ടെ. യേശു ക്രിസ്തുവിന്റെ ജീവൻ ഇറങ്ങട്ടെ. ഉയർപ്പിന്റെ ശക്തി നിങ്ങളുടെ ശരീരത്തിന് മേൽ ഇറങ്ങട്ടെ. തളർന്നു പോയവർ സൗഖ്യമാകട്ടെ. ഇപ്പോൾ കർത്താവിന്റെ ജീവൻ, യേശു ക്രിസ്തുവിന്റെ ജീവൻ ഇപ്പോൾ ആ ശരീരത്തിന്റെ മേൽ ഇറങ്ങട്ടെ. സ്പൈനൽ കോഡ് സൗഖ്യമാകട്ടെ. നട്ടെല്ലുകൾ സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ നിവർന്ന് നടക്കാൻ പറ്റാതെ, എഴുന്നേറ്റിരിക്കാൻ പറ്റാതിരിക്കുന്ന സഹോദര സഹോദരി, ഇപ്പോൾ നീ സൗഖ്യമാകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടാകട്ടെ. അത്ഭുത സാക്ഷ്യങ്ങൾ രാജ്യങ്ങൾ കേൾക്കാൻ പോകുന്നു. ഈ ശബ്ദങ്ങൾ കേൾക്കുന്ന ഏതു രോഗിയാണോ അവരുടെ മേൽ സൗഖ്യം നടക്കട്ടെ. നിരാശപ്പെടരുത്. നിങ്ങൾ ഈ റൂം കൊണ്ട് ഒതുങ്ങത്തില്ല. നിങ്ങൾ ഈ ഹോസ്പിറ്റൽ കൊണ്ട് തീരത്തില്ല. നിങ്ങൾ ഈ വീൽ ചെയർ കൊണ്ട് തുടരത്തില്ല. നിങ്ങൾ ഈ വോക്കറും കൊണ്ട് തുടരത്തില്ല. നിങ്ങൾ ഈ കിടക്ക വിട്ട്, ഈ വീൽ ചെയർ വിട്ട്, ഈ വോക്കർ വിട്ട്, സ്ട്രെച്ചർ വിട്ട് നിങ്ങൾ എഴുന്നേക്കാൻ പോകുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആ സൗഖ്യം ഇപ്പോൾ ആ രോഗികളുടെ മേൽ വെളിപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ലാസറിനെ ഉയർപ്പിച്ച് പന്തിയിൽ കയറ്റിയതുപോലെ ആമേൻ, നിങ്ങൾ ആമേൻ കിടപ്പുമുറിയിലല്ല, ആമേൻ, നിങ്ങൾ രോഗശൈലിയല്ല, നിങ്ങൾ രോഗത്തിന്റെ കിടക്കയിലല്ല, നിങ്ങൾ പന്തിയിലിരിക്കാൻ പോകുന്നു. നിങ്ങൾ വീൽ ചെയറിലല്ല. ഏയ് സഹോദരി, നിങ്ങൾ വീൽ ചെയറിലല്ല ഇനി ഇരിക്കാൻ പോകുന്നത്, നിങ്ങൾ പന്തിയിലിരിക്കാൻ പോകുന്നു. ആമേൻ. നിങ്ങൾ ഇനി ഹോസ്പിറ്റലിലല്ല കഴിയാൻ പോകുന്നത്, നിങ്ങൾ പന്തിയിലിരിക്കാൻ പോകുന്നു. ആമേൻ. യേശുവിന്റെ അത്ഭുതമായി, അത്ഭുത സാക്ഷിയുമായി നീ പന്തിയിൽ കയറാൻ പോകുന്നു. കർത്താവിന് വേണ്ടി ശക്തമായി പ്രയോജനപ്പെടുന്ന അനേക രോഗികളെ സൗഖ്യമാക്കുന്ന ആമേൻ രാജ്യത്തിന്റെ പ്രവാചകനായി, പ്രവാചികളായി നിങ്ങൾ എഴുന്നേൽക്കാൻ പോകുന്നു. കർത്താവ് നിങ്ങളെ എഴുന്നേൽപ്പിക്കാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആമേൻ.